എനിക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരി എച്ച്.മുക്കുട്ടിയുടെ ഒരു ചെറുകഥ ഇന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ വിരലുകൾ ഗിറ്റാർ വായിക്കുമ്പോൾ. ഒരു കഥ വായിക്കാൻ തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് വരെയും നമ്മുടെ മനസ്സിനെ മറ്റെങ്ങും വിടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരി. അതാണ് എനിക്ക് എച്ച്.മുയെക്കുറിച്ചുള്ള അഭിപ്രായം. ദൈവത്തിൻ്റെ വിരലുകൾ ഗിറ്റാർ വായിക്കുമ്പോൾ. അത്ര നല്ലതൊന്നുമല്ലാത്ത ഒരു ഗിറ്റാർ എൻ്റെ പക്കലുണ്ട്. ഓൾഡ് ഡൽഹിയിലെ ഒരു ഷോപ്പിൽ നിന്ന് കരസ്ഥമാക്കിയത്. അതിൽ വല്ലപ്പോഴും ചില ശബ്ദങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിപ്പോന്നു. അത് താങ്ങാവുന്നതിനപ്പുറമാകുമ്പോൾ എൻ്റെ മകൻ ഒരു ഗാനം മീട്ടി എന്നെ നിശബ്ദയാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ മീട്ടിയ ഗാനം പൊടുന്നനെ ടിം എന്ന് മുറിഞ്ഞു. ഗിറ്റാറിൻ്റെ ഒരു കമ്പി പൊട്ടിപ്പോയതാണ്. അതിനുശേഷം ആ ഗിറ്റാർ അനാഥമായി തറയിൽ വിരിച്ച മെത്തമേൽ കുറേ കാലം വിശ്രമിച്ചു. ഒരു നാൾ ഗിറ്റാറിൻ്റെ പൊട്ടിപ്പോയ കമ്പി വാങ്ങുമ്പോൾ ഷോപ്പുടമയോട് ഞാൻ വെറുതെ ചോദിച്ചു, വീട്ടിൽ വന്ന് ഗിറ്റാർ പഠിപ്പിച്ചു തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അവർ എൻ്റെ മേൽവിലാസവും ഫോൺ നമ്പരും കുറിച്ചെടുത്തു. ഒരു അധ്യാപകനുണ്ടെന്നും അദ്ദേഹം ഫോൺ ചെയ്ത് സമയം ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് കാണുമെന്നും അവർ പറഞ്ഞു. ഞാനത് അപ്പോൾ തന്നെ മറന്നു എന്നതാണ് സത്യം. പിറ്റേന്ന് വൈകുന്നേരം ഞാൻ ഗിറ്റാർ പഠിപ്പിക്കുന്ന സാറാണെന്നും സൗകര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാമെന്നും ഫോണിലൂടെ പരിചയപ്പെടുത്തിയ സ്വരത്തിനോട് എനിക്ക് യാതൊരു താല്പര്യവും തോന്നിയില്ല. മോശമായ ഹിന്ദി, അതിലും മോശമായ ഇംഗ്ലീഷ്. ശരി, വരൂ എന്ന് വളരെ ഹ്രസ്വമായി പറഞ്ഞ് ഫോൺ ടിം ശബ്ദത്തോടെ ഞാൻ താഴെ വെച്ചു. സന്ധ്യയോടടുപ്പിച്ച് 3-ാം നിലയിലെ ഫ്ലാറ്റിൽ കിതച്ചുകൊണ്ടെത്തിയ അധ്യാപകനെ ആദ്യം തണുത്ത വെള്ളവും പിന്നെ ചായയും ബിസ്ക്കറ്റും കൊടുത്ത് ഞാൻ സ്വീകരിച്ചു. എനിക്കയാളൊരു കോമാളിയാണെന്ന് തോന്നി. കറുത്ത് തടിച്ച് കുറുതായ ഒരു മനുഷ്യൻ. എലിവാല് പോലെ ഇരിക്കുന്ന തലമുടി നീട്ടി വളർത്തി റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നു. നന്നെ നീളം കുറഞ്ഞ് കണ്ടാൽ കൂർക്ക പോലെ. ഉരുണ്ട് കറുത്ത് തടിച്ച വിരലുകൾ. അവയുടെ പിൻപുറത്ത് നിറയെ കറുത്ത രോമങ്ങളും. ഹിന്ദിയും ഇംഗ്ലീഷും ഇടകലർത്തി ഒരു വ്യാകരണവുമില്ലാതെ അവിയലോ എരിശ്ശേരിയോ ആയ ഒരു ഭാഷ. സാമാന്യം രൂക്ഷമായ വിയർപ്പ് ഗന്ധം. അയ്യേ, ഈ നാശം പിടിച്ചവൻ എന്ത് പഠിപ്പിക്കാനാണ്? പൊയ്ക്കൊള്ളാൻ പറഞ്ഞേക്കാം. എൻ്റെ പ്രസന്നതയില്ലാത്ത മുഖം എൻ്റെ വികാരങ്ങളെ വെളിപ്പെടുത്തിയോ? എന്തായാലും ആ പഴയ ഗിറ്റാർ കയ്യിലെടുത്ത് തൻ്റെ കറുത്ത ഉരുണ്ട വിരലുകൾ അയാൾ അതിന്മേൽ പായിച്ചു. പൊടുന്നനെ എൻ്റെ വരണ്ടുണങ്ങിയ ഫ്ലാറ്റിൽ 1000 നീർമലരുകൾ പൊട്ടിവിടർന്നു. പുതുപുഷ്പങ്ങളുടെ സൗരഭ്യം അവിടെ ആകെ പടർന്നൊഴുകി. ആ പഴഞ്ചൻ ഫ്ലാറ്റ് ഇളംകാറ്റിലാടുന്ന ഇലകളും പാടുന്ന പഞ്ചവർണ്ണ കിളികളും നിറഞ്ഞ ഒരു പൂങ്കാവനമായി മാറി. നാദപ്രപഞ്ചം എൻ്റെ മുൻപിൽ മോഹിപ്പിക്കുന്ന ഇന്ദ്രജാലമായി ഇതൾ വിടർന്നു. എൻ്റെ ഉള്ളിൽ കുയിലുകൾ പാടി, മയിലുകൾ പീലി വിടർത്തിയാടി. ഞാൻ ചിരിച്ചു, ഞാൻ കരഞ്ഞു. ദൈവത്തിൻ്റെ വിരലുകൾ ഗിത്താർ വായിക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. വിരൂപനായ ആ ഗുരുവിനെ ഞാൻ നമസ്കരിച്ചു. അങ്ങനെയാണ് ഞാൻ ഗിറ്റാർ പഠിച്ചു തുടങ്ങിയത്. ഗിറ്റാർ എനിക്ക് വഴങ്ങിയില്ല. എങ്കിലും ഞാനത് വായിച്ചു പോന്നു. ചില സ്വരങ്ങൾ മെല്ലെ മെല്ലെ ശരിയായി. കൂടുതൽ സ്വരങ്ങളും എന്നെ പരിഹസിച്ചുകൊണ്ട് അകലെ മാറി നിന്നു. താഴത്തെയും മുകളിലെയും വശങ്ങളിലെയും ഫ്ലാറ്റുകളിലെ അയൽക്കാർ പരിഭവം പ്രകടിപ്പിച്ചു. ഈ വയസ്സ് കാലത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ചിരിച്ചു. നേരം പോകണ്ടേ? ശരി ആൻറ്റി, അങ്ങനെ ആകട്ടെ, ഞങ്ങൾ പഞ്ഞു വെച്ചുകൊള്ളാം, അവർ ഒരേ സ്വരത്തിൽ പാടി. എൻ്റെ ഗുരുനാഥൻ ക്ഷമാപൂർവം എന്നെ പഠിപ്പിച്ചു. ഒരിക്കലും അസഹ്യത പ്രകടിപ്പിച്ചില്ല. പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിയവേ ഞാൻ വെറുതെ അന്വേഷിച്ചു, സാറിൻ്റെ ഫാമിലി, കുട്ടികൾ? ഞാൻ അവിവാഹിതനാണ്. അവിടെ നിർത്തേണ്ടതായിരുന്നില്ലേ ഞാൻ? ബുദ്ധിയില്ലാത്തത് കൊണ്ട് എനിക്കത് തോന്നിയില്ല. എന്താണ് സാർ കല്യാണം കഴിക്കാതിരുന്നത്? അദ്ദേഹം ഒരു നിമിഷം മൗനിയായിരുന്നു. പിന്നെ വളരെ മെല്ലെ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചവളെ സ്വന്തമാക്കാനുള്ള കഴിവ് എനിക്കുണ്ടായില്ല. അധികം നീളമുള്ള കഥയൊന്നുമല്ല, ചെറിയൊരു കഥ. 25 വർഷം മുമ്പ് യൗവനത്തിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളും അദ്ദേഹത്തെ സ്നേഹിച്ചു. അവരൊരുമിച്ച് സ്വപ്നങ്ങൾ നെയ്തു, എല്ലാവരെയും പോലെ. ഒടുവിലാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം തീരെ കുറവാണെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കണ്ടെത്തിയത്. ഗിറ്റാറിൽ പാട്ട് വായിച്ചാൽ വയറ് നിറയുമോ? വെള്ളിപ്പാത്രങ്ങളും രത്നം പതിച്ച ആഭരണങ്ങളും പട്ടുസാരികളും വാങ്ങാൻ കഴിയുമോ? അതുകൊണ്ട് അവർ അവളെ ധനാഢ്യനായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു.
മണ്ട ശിരോമണിയായ ഞാൻ വീണ്ടും തുടർന്നും സംസാരിച്ചു. ശരി, അവർ സാറിനെ വിട്ടുപോയി. സാറിങ്ങനെ ഏകാഗിയാകുന്നത് എന്തിന്? അവരെ മറന്നിട്ട് മറ്റൊരാളെ ഇഷ്ടപ്പെടുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തുകൂടെ? മറുപടി വളരെ ചെറുതായിരുന്നു. മറ്റൊരു സ്ത്രീയെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കുമ്പോൾ ഒന്നിച്ച് ജീവിക്കാനായേക്കും. പറഞ്ഞു തീരുമ്പോൾ ആ കണ്ണുകളിൽ നനവുണ്ടായി. ഞാൻ സ്തംഭിച്ചിരുന്നു. എന്നെ മറന്നുവെന്ന് എനിക്ക് തോന്നിയ ആരെയും ഞാൻ ഓർമ്മിച്ചിരുന്നില്ല. എനിക്ക് ഫോൺ ചെയ്ത് ക്ഷേമം അന്വേഷിക്കാത്തവരെ ഞാനും അന്വേഷിച്ചിരുന്നില്ല. എനിക്ക് കത്തയക്കാത്തവർക്ക് ഞാനും കത്തയച്ചിരുന്നില്ല. എന്നെ കാണാൻ വരാത്തവരുടെ വീട്ടിൽ പോകാൻ ഞാൻ വിസമ്മതിച്ചു. വല്ലപ്പോഴും ഒരിക്കൽ ഇതിലേതെങ്കിലും വേണ്ടി വന്നാൽ ഞാൻ വലിയൊരു ത്യാഗം ചെയ്യുന്ന മാതിരി രക്തസാക്ഷിയുടെ റോൾ അഭിനയിക്കുമായിരുന്നു. ഇതാ തൻ്റെ മുൻപിലിരിക്കുന്ന ഈ മനുഷ്യൻ തന്നെ എന്നേക്കുമായി വിട്ടുപോയ ആ സ്ത്രീയെ കഴിഞ്ഞ 25 വർഷമായി സ്നേഹിക്കുകയാണ്. ഞാൻ വാക്കുകൾക്ക് വേണ്ടി പരതി. സാർ, അവരെക്കുറിച്ച്, അവരുടെ ജീവിതം നന്നായിരിക്കുന്നോ? ഞാൻ പകുതിയിൽ നിർത്തി. മറ്റൊരു പെണ്ണിനെ എന്ത് ബന്ധത്തിൻ്റെ പേരിലായാലും ഒരു പുരുഷൻ അല്പമെങ്കിലും പരിഗണിക്കുന്നത് കാണുമ്പോൾ തന്നെ അസഹിഷ്ണുത നിമിത്തം പുകഞ്ഞു പോകുന്ന ഒരു പെണ്ണിനെ പോലെ എൻ്റെ ഉള്ളിലെ അസൂയക്കാരിയും ഫണം നിവർത്തുകയായിരുന്നു. എങ്കിലും ഞാനത് കൗശലത്തോടെ ഒതുക്കി വെച്ചു. ഒരുതരം അതീവ നിഷ്കളങ്കത്വം അഭിനയിക്കുന്ന ഈശ്വരഭക്തിയുടെ മുഖം മൂടി മനസ്സിനെ ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ആശിച്ചു. അവൾക്ക് ദൈവം ശിക്ഷ കൊടുത്തിരിക്കും, ഇങ്ങനെ ഒരാളെ തള്ളിക്കളഞ്ഞവൾക്ക്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഉത്തരമേ അല്ല എനിക്ക് കിട്ടിയത്. നല്ലൊരു ജീവിതമാണ് അവൾക്കുള്ളത്. എനിക്കതാണ് ഏറ്റവും വലിയ ആഹ്ലാദം. അവൾ വേദനിക്കുന്നുവെന്നറിയുകയും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതാവുകയുമാണെങ്കിൽ സ്നേഹിക്കുന്നവർ ദുഃഖിക്കുന്നുവെന്നറിയുക കഠിനമാണ്. എനിക്ക് സഹിക്കുവാൻ സാധിച്ചില്ല. എൻ്റെ നിറഞ്ഞ കണ്ണുകൾ അദ്ദേഹത്തിൽ നിന്ന് ഒളിപ്പിക്കുവാൻ വേണ്ടി ഞാൻ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ചായ ഉണ്ടാക്കുമ്പോൾ ഗിറ്റാറിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. അതെ, ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് ഗിറ്റാർ വായിക്കുകയാണ്. നമ്മുടെ മനസ്സുകളിലേക്കും ആ ഗിറ്റാറിൻ്റെ വായന കടന്ന് ഒഴുകുന്നത് പോലെ അല്ലേ?